സർക്കാർ നിയന്ത്രിത ഫാർമസികളിൽ പ്രമേഹത്തിന്റെ മരുന്നുകൾക്ക് ക്ഷാമം. കാരുണ്യ ഫാർമസിയിലാണ് മരുന്നിന് ക്ഷാമം നേരിടുന്നത്. കരുനാഗപ്പള്ളിയിൽ ഉൾപ്പെടെ കാരുണ്യ ഫാർമസികളിൽ മാസങ്ങളായി മരുന്ന് ലഭിക്കുന്നില്ല. ജീവിതശൈലി രോഗമായ പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ അനുദിനം വർധനവുണ്ടാകുമ്പോഴാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള കാരുണ്യ ഫാർമസികളിൽ പ്രമേഹ രോഗത്തിനുള്ള മരുന്നുകൾക്ക് ക്ഷാമം നേരിടുന്നത്. മരുന്നുകൾക്ക് വിലക്കുറവുള്ളതിനാൽ രോഗികൾക്ക് ഏറെ ആശ്വാസമായിരുന്നു കാരുണ്യ ഫാർമസികൾ. സംസ്ഥാനത്തെ കാരുണ്യ ഫാർമസികളിൽ മാസങ്ങളായി പ്രമേഹത്തിനുള്ള മരുന്നുകൾക്ക് ക്ഷാമം നേരിടുകയാണ്. കരുനാഗപ്പള്ളി ഉൾപ്പെടെയുള്ള താലൂക്ക് ആശുപത്രികളിൽ പ്രവർത്തിച്ചു വരുന്ന കാരുണ്യ ഫാർമസികളിലും മരുന്ന് ലഭ്യമല്ല. പ്രമേഹ മരുന്നുകളുടെ വില അടിക്കടി വർദ്ധിപ്പിക്കുന്ന മെഡിസിൻ കമ്പനികളെ നിയന്ത്രിക്കാൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കണമെന്ന് ജനകീയ വികസന സമിതിയും ആവശ്യപ്പെട്ടു. കരുനാഗപ്പള്ളി സർക്കാർ ആശുപത്രിയുടെ ശോചനീയമായ സ്ഥിതി തുടരുകയാണ്. അതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ 11 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കാരുണ്യ മെഡിക്കൽ സെന്റർ വളരെ പ്രയോജനകരമായി രോഗികൾക്ക് ആശ്വാസകരമായ വിലയിൽ മെഡിസിൻ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് വെറും നാമമാത്രമായ മെഡിസിൻ മാത്രമാണ് അവിടെ ലഭ്യമായിട്ടുള്ളത്. ഇത് പല പ്രാവശ്യവും കരുനാഗപ്പള്ളിയിൽ ഈ വിഷയം സംസ്ഥാന ലെവലിലും ആരോഗ്യവകുപ്പ് മന്ത്രിമാരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷവും പലപ്പോഴും ഈ വിവരങ്ങൾ ധരിപ്പിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള കാര്യങ്ങൾ ഇതുവരെ നടക്കുന്നില്ല. അതുപോലെ തന്നെ ഈ വളരെ അത്യാവശ്യമായി ഈ കാരുണ്യ മെഡിക്കൽ സെന്ററിൽ ആവശ്യമായ മരുന്നുകൾ എത്തിക്കേണ്ട ഒരു ബാധ്യത ഈ സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് പൂർണ്ണമായ പ്രതീക്ഷ. കരുനാഗപ്പള്ളി പുള്ളിമാൻ സാംസ്കാരിക വേദി ഒട്ടനവധി സമരങ്ങൾ ഈ ഗവൺമെൻറ് ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഷുഗറിൻ്റെ മരുന്നിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമായ പ്രശ്നമാണ് ഈ ഇൻസുലിൻ മരുന്നുകൾ കിട്ടാൻ മറ്റുള്ളിടത്ത് വൻപിച്ച വില കൊടുക്കുന്നത്. പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള വിലകളാണ് ഈടാക്കുന്നത്. ഷുഗറിൻ്റെ ഈ പെൻഫിൽ ചെയ്തിരിക്കുന്ന അതായാലും അതല്ലാതെ നോർമലായിട്ടുള്ളതായാലും അതിനൊക്കെ മറ്റ് പുറത്ത് വളരെ ഷോർട്ടേജാണ് വാങ്ങിയത്. അതേസമയം ഇവിടെ വളരെ വില കുറച്ച് വളരെ സൗകര്യപ്രദമായി ഈ കാരുണ്യയിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരുന്നതാണിത്. ഇത് വളരെ നല്ലൊരു സംരംഭമായിരുന്നു. പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ അടിയന്തരമായി കാരുണ്യ ഫാർമസികളിൽ ഉൾപ്പെടെ ലഭ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.